അങ്ങനെ തൃപ്രയാറിലെ തേവരയെല്ലാം കണ്ട് തൊഴുതിട്ട് ഞാനിപ്പോൾ മറ്റൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇത് തൃപ്രയാറിൽ നിന്നും ഏകദേശം ഒരു 8-10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അത് കിഴക്ക് ഭാഗത്തായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തുന്നൊരു സ്ഥലമാണ് പെരുവനം. പെരുവനം എന്ന് പറയുമ്പോൾ ഐതിഹ്യപരമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ പെരുവനത്തിലാണ് പുരൂരു മഹർഷി തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പെരുവനത്തൊരു വലിയൊരു മഹാക്ഷേത്രമുണ്ട്, പെരുവനം മഹാദേവ ക്ഷേത്രം. വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ആ ക്ഷേത്രവും. പിന്നെ ഈ പെരുവനം എന്ന് പറയുമ്പോൾ പുരൂരു എന്നുള്ളതിൽ നിന്നും ലോപിച്ച് മഹർഷിയുടെ പേരിൽ നിന്നും ലോപിച്ച് വന്നതാണ് പെരുവനം. ഇവിടെ ഞാനിപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇവിടെ ഒരു ഇല്ലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു ഇല്ലം, ആ ഇല്ലം വളരെ പ്രസിദ്ധമായ ഇല്ലം തന്നെയാണ്. പത്മശ്രീ തെക്കാട്ട് മൂസിൻ്റെ പെങ്ങളുടെ ഗ്രഹമാണിത്. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു തനി ഒരു നമ്പൂതിരി ഇല്ലമാണ്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഇല്ലത്തിൻ്റെ വിശേഷങ്ങൾ, പിന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല നല്ല അച്ചാറുകൾ മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്, വീടുകളിൽ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് പോലെ ഈ വീടിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെ സ്ത്രീകളെല്ലാം കൂടി ചേർന്നിട്ട് അപ്പോൾ ആ ഒരു തനി നാടൻ രീതിയിലൊരു ഹോംലി ആയിട്ടുള്ള അച്ചാറുകളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇല്ലത്തിലേക്ക് പോയി ഇല്ലത്തിനകത്ത് കയറി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പിക്കിൾ യൂണിറ്റും ഒന്ന് കാണാം. അമ്മയാണ് തൈക്കാട് മൂസയുടെ പെങ്ങളാണ്. ഓക്കെ. ഇവിടുത്തെ ഇല്ലം ഭയങ്കര വിശേഷമാണല്ലേ ശരിക്കും. ഇവിടുത്തെ അല്ലേ നാലുകെട്ടിന് അകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുളത്തിലേക്കാണ് തേവാരം ചെയ്യാനായിട്ട് ആ കണക്കാക്കിയിട്ടല്ലേ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുളം അല്ലേ, ഇതുവഴിയല്ലേ നേരെ കുളത്തിലേക്ക്. അത് ഈ നാലുകെട്ട് കഴിഞ്ഞാൽ നേരെ ഇറങ്ങി പോകുന്നത് കുളത്തിലേക്കാണ്. നോക്കൂ, വളരെ വ്യത്യസ്തമായ കടവിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കും, നേരെ കുളക്കടവിലേക്ക്. ഇവിടെ നിന്ന് കുളിച്ച് ഇവിടെ വന്ന് നേരെ കുളി കഴിഞ്ഞ് നേരെ പിന്നെ പൂജാമുറിയാണ്, തൊഴുതിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ചിട്ടയോടുകൂടി തന്നെയാണ് ഈ ഇല്ലം സജ്ജീകരിച്ചിരിക്കുന്നത്. കൗസ്തുഭം എന്നാണ് ബ്രാൻഡ് നെയിം ഈ പിക്കിൾ യൂണിറ്റിൻ്റെ. മകളുടെ പേരിൽ തന്നെയാണ് ബ്രാൻഡ് ഉണ്ടാക്കിയത്. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ അടമാങ്ങ വളരെ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു അല്ലേ, വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ്, ഡ്രൈഡ് അടമാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ ഉണക്കി നമ്മൾ ചെയ്യണം അല്ലേ. പിന്നെ എന്തൊരു നെല്ലിക്കയുടെ ഓഹോ ഫുൾ ഡ്രൈ, അത് ശരി, അതുകൊള്ളല്ലോ വറുത്തി അല്ലേ നന്നായിട്ട്, വിത്തൗട്ട് വാട്ടർ, ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇല്ലാണ്ട്. ഓ ശരിക്കും നല്ല നെല്ലിക്ക അച്ചാർ. അപ്പോൾ കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സിൻ്റെ അകത്തെ കാഴ്ചകൾ, അകത്തെ കാഴ്ച എന്ന് വെച്ചാൽ ഒരു വലിയ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വനിതാ യൂണിറ്റ് പോലെ സ്മോൾ സ്കെയിൽ, പക്ഷേ വീട്ടിലെ അല്ലേ ഗൃഹനാഥയും പിന്നെ കുറച്ച് സഹായികളും അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹോംലി ആയിട്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു അച്ചാർ പോലെയൊന്നും അല്ല. എനിക്കിത് വന്ന് കണ്ടപ്പോൾ തന്നെ ആ ഒരു ഫീലാണ് കിട്ടിയത്. പ്രോഡക്റ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇതൊക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ സ്കോപ്പുള്ള ഒരു ഏരിയയാണ്, അത്ര നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ അപ്പോൾ ഇതിലെനിക്ക് ഒരു കാര്യം കാണാമെന്ന് തോന്നുന്നു ഇപ്പോൾ അല്ലേ. ഇപ്പോൾ എന്താ വെച്ചാൽ അടമാങ്ങ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിന് എരിമാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത്, എരിമാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ്? 2 കിലോ ശർക്കര ഉരുക്കിയത് 500 ഗ്രാം, മുളക് പൊടി അത് 300 ഗ്രാം, ഉലുവപ്പൊടി 100 ഗ്രാം, പിന്നെ മല്ലിപ്പൊടി ചേർക്കും അല്ലേ. 70 ഗ്രാം, പിന്നെ കായം 15 ഗ്രാം, എണ്ണ 25 ഗ്രാം. നല്ലെണ്ണയാണോ? ഓക്കെ, 25 ഗ്രാം. ഇത്രയാണ് പ്രധാന ചേരുവകൾ. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒരളവ് പറഞ്ഞല്ലോ, ആ അളവിൽ നല്ലെണ്ണ ഒന്ന് ചൂടാക്കുന്നു. അതിലേക്ക് കായപ്പൊടി ഇനി മുളക് പൊടി, ശർക്കര ഉരുക്കിയതിൽ കുറച്ച് ലൂസായിട്ട് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത് 1/2 കിലോ. അതിലേക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കും. മല്ലിപ്പൊടി, പിന്നെ അത് തന്നെ ഉലുവാപ്പൊടി. ഈ അച്ചാറിൻ്റെയൊക്കെ കൂട്ടെന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതായിരിക്കുമല്ലോ, അമ്മയുടെ അതായത് തലമുറകളായിട്ട് കൈമാറി വന്നത്. അപ്പോൾ ട്രഡീഷണൽ ഒരു നമ്പൂരി
ഇല്ലങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്ന റെസിപ്പീസാണിത്. ഇതൊക്കെ ഒന്നും ഇപ്പോൾ നമുക്ക് കിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ അന്നത്തെ പഴയ തലമുറയുടെ കയ്യിലുള്ള നല്ല നല്ല എന്താ പറയണ്ടേ ഈ റെസിപ്പീസ് അല്ലെങ്കിൽ ഈ പാചക കൂട്ടുകളാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും അച്ചാറായിട്ടെങ്കിലും നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തോന്നി, അത് കാരണം നല്ല കാര്യം. ഇതിങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം വാങ്ങി കഴിക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ രുചി, ഇത്രത്തോളം രുചിയുള്ള അച്ചാർ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അന്വേഷിച്ച് വരാനുള്ള ഒരു ഉത്സാഹം തോന്നും. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. പറഞ്ഞു തരാൻ സന്മനസ് കാണിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. കാര്യം ഇതൊക്കെ ചെറിയ ഫാമിലി ട്രേഡ് സീക്രട്സ് ആണ് സത്യം പറഞ്ഞാൽ. ചിലർ പറയാൻ മടിക്കും, ചില ആൾക്കാർ ജനറലി പറയാൻ മടിക്കും, എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. മാങ്ങ അപ്പോൾ ശരിക്കും ഈ അച്ചാറിൻ്റെ സ്വാദൊന്നും വ്യത്യസ്തം തന്നെ ആയിരിക്കും. കാര്യം മാങ്ങയുടെ ഒരു ചെറിയ പുളിയും അല്ല ഈ ശർക്കരയുടെ ഒരു മധുരവും പിന്നെ ആ മുളകിൻ്റെ എരിവും അല്ലെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ പിന്നെ അതങ്ങോട്ട് സോഫ്റ്റ് ആകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വെയിലത്ത് ഉണക്കുന്നു. ഇതെല്ലാം ഭയങ്കര, ഇത് ശരിക്കും നല്ല അധ്വാനമുള്ള കാര്യമാണ് അല്ലേ? നല്ല പണിയാണ്. ഇത്രയൊന്നും ആരും മെനക്കെടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശരിക്കും സംഭവം തന്നെ. പിന്നെ അത് വെയിലത്ത് ഉണക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കണ്ടല്ലോ. ഇനി ഇത് കെട്ടി വയ്ക്കും അല്ലേ നന്നായിട്ട് 2 ദിവസത്തേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റ് ആകും. ഈ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഒന്ന് തേച്ച് ഒന്നുകൂടി എല്ലാത്തിലൊന്നും ഡ്രൈ ആകും. അപ്പോൾ അല്ലേ അത് കഴിഞ്ഞൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്ത് വെച്ച് വീണ്ടും ഉണക്കിയിട്ട് അതിന് ശേഷമാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം പാക്ക് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ്, സെയിം തിങ്. ഇതാണ് ഫൈനലായിട്ട് വരുന്ന പ്രോഡക്റ്റ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു അത്യാവശ്യം സോഫ്റ്റാണ്, കുതിർന്നിട്ടുണ്ട്. അച്ചാറ് കഴിക്കാൻ എന്ത് രസമല്ലേ? ഇത് തൈരൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. പുളിയും എരിവും. മുരിയമംഗലത്തെ മനയിലെ എല്ലാ അംഗങ്ങളും ഇപ്പോൾ എനിക്ക് ചുറ്റുമുണ്ട്. അതായത് തലമുതിർന്ന അംഗം തൊട്ട് ഏറ്റവും യങ് ജനറേഷനിലെ ആൾക്കാർ വരെ ഉണ്ട്. ഇപ്പോഴത്തെ ഇല്ലത്തിലെ കുട്ടികൾ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ സ്മോൾ സ്കെയിൽ യൂണിറ്റ് നമ്മൾ കണ്ടു, കൗസ്തുഭം, അവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംരംഭം വളരെ വളരെ നന്നായിട്ട് ഇനിയും ഭയങ്കരമായിട്ട് വരട്ടെ, വളരെ വലിയൊരു സ്ഥാപനമായി മാറട്ടെ. ഇപ്പോൾ ഇത്ര ചെറുതായിട്ട് വയ്ക്കണ്ട, ഇനി ഇച്ചിരി വലുതാക്കിക്കോളൂ. കാര്യം അത്ര നല്ല പ്രോഡക്റ്റ്സാണ്. ഇവരോടൊക്കെ യാത്ര കുറേ സമയമാവുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാനുണ്ട്. അതുവരെ കാത്തിരിക്കാം.